നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തിരുവല്ല സെന്ററിന്റെ പരിചരണത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗുരുതര കിഡ്നി രോഗം ബാധിച്ചവർക്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ മരുന്നുകൾ വിതരണം ചെയ്തു. തിരുവല്ല സെന്ററിന്റെ ജോയിന്റ് സെക്രട്ടറി മഞ്ഞാടി ദാസദനത്തിൽ എസ് മോഹൻദാസ് ആണ് 5 പേർക്ക് മരുന്നുകൾ വാങ്ങി നൽകിയത്. സെക്രട്ടറി KS പ്രകാശ്, സെൻട്രൽ കൗൺസിൽ അംഗം ദീപ്തി, ആൽഫ ഹോം കെയർ ടീം അംഗങ്ങളായ സിസ്റ്റർ പ്രിയങ്ക, സിസ്റ്റർ ശ്രുതി, SAPC കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അഫ്ന എന്നിവരും മോഹൻദാസിനൊപ്പം പങ്കെടുത്തു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷ് ക്ലബ് അംഗങ്ങളുടെ രക്ഷിതാക്കൾക്കായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രിൻസിപ്പൽ സിനി സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും ആൽഫ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും സംസാരിച്ചു. ക്ലബ് ഇൻചാർജ് സാവിത്രി നന്ദി പറഞ്ഞു. 30ഓളം രക്ഷിതാക്കൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ആൽഫ ഒല്ലൂർ സെന്റർ അവലോകന യോഗം ജൂൺ 26 വ്യാഴാഴ്ച 3 മണിക്ക് സെന്ററിൽ നടക്കും. പ്രസിഡന്റ് ബാബു പാനിക്കുളം അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. സെന്ററിന്റെ ഹോം കെയർ, ഫിസിയോതെറാപ്പി സർവീസുകളും സാമ്പത്തിക സ്ഥിതിയും മറ്റു പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുന്ന യോഗത്തിൽ സെക്രട്ടറി CJ ജോജി, ട്രഷറർ MJ ഡേവിസ്, ഫിസിയോതെറാപ്പി ഇൻചാർജ് PT അനു, ഹോം കെയർ നഴ്സ് ഇൻചാർജ് MP പ്രീതി, ഓഫീസ് ഇൻചാർജ് CD നിമ്മി എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ആൽഫ തൃശൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സന്ദർശിച്ചു. സെന്ററിന്റെ ആദരം അറിയിക്കുന്നതിനായി ഭാരവാഹികൾ അദ്ദേഹത്തിന് ബൊക്കെ നൽകി. സെന്ററിന്റെ പരിചരണത്തിലുള്ള പുനർജനി ഫിസിയോതെറാപ്പി സേവനത്തിലുള്ളവരുടെയും അവരെ പരിചരിക്കുന്നവരുടെയും സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നതിനാണ് ഭാരവാഹികൾ ജില്ലാ കളക്ടറെ കണ്ടത്. ഓഗസ്റ്റ് 9 നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പരിപാടിക്ക് വേദിയാകുന്നത് ചിറ്റിലപ്പള്ളി IES എഡ്യൂക്കേഷൻ സിറ്റിയാണ്. പ്രസിഡന്റ് തോമസ് തോലത്ത്, സെക്രട്ടറി CK സജി, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ മേനോൻ തുടങ്ങിയവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.